ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിലെ PYQ സീരീസ് ആണ്. അപ്പോൾ PYQ സീരീസിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. പാർട്ട് 2 പറഞ്ഞു, പാർട്ട് 3 എന്ന് പറഞ്ഞു അല്ലേ. ഓരോ വീഡിയോയിലും നമുക്ക് കിട്ടാൻ പോകുന്നത് 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 4 ആണ്. നോക്കാം നമുക്ക്. നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് 51 to 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഒറ്റ വീഡിയോയിൽ 50 ക്വസ്റ്റ്യൻസ് അല്ലേ. 51ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓപ്ഷൻ ബി അലി മുസ്ലിയാർ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി? കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം ജനിച്ചത് വക്കത്താണ്. 1873 ഡിസംബർ 28 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് 1932 ഒക്ടോബർ 31 1873 ടു 1932 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അദ്ദേഹം വക്കം മൗലവി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ചോദ്യം, 52ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 53ാമത്തെ ചോദ്യം, ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു എന്ന് കൊടുത്തിട്ടുണ്ട്, അയ്യങ്കാളി എന്ന് കൊടുത്തിട്ടുണ്ട്, സഹോദരൻ അയ്യപ്പൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അല്ലെ. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? സർവവിദ്യാധിരാജൻ എന്നാണ്. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ എന്നും മാതാവ് നങ്ങമ്മയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ എന്നാണ്. ചെറുപ്പകാലത്ത് എന്താണ്? ബാല്യകാലനാമം എന്താണ്? കുഞ്ഞൻ പിള്ള എന്നുമായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, 54ാമത്തെ ചോദ്യം, പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപമാണ് അല്ലെ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 55ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ദൈവദശകം, ഓപ്ഷൻ ബി ദർശനമാല, ഓപ്ഷൻ സി ശിവശതകം, ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിജാനന്ദ വിലാസം. ഓക്കെ. അടുത്ത ചോദ്യം, 56ാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പയ്യന്നൂർ, ഓപ്ഷൻ ബി തളിപ്പറമ്പ്. ഏതാണ്? പയ്യന്നൂരാണ് അല്ലെ. ഓപ്ഷൻ സി വടകര, ഓപ്ഷൻ ഡി കൊയിലാണ്ടി. അടുത്തത് 57ാമത്തെ ചോദ്യം, ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. 1936 നടന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 58ാമത്തെ ചോദ്യം, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി കുമാരഗുരു, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ, അയ്യങ്കാളിയാണ്. അയ്യങ്കാളി അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? അധസ്ഥിതരുടെ പടത്തലവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അല്ലെ. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളി തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 59ാമത്തെ ചോദ്യം, കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്.
ഞാൻ പറഞ്ഞു കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. KP കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ, പണ്ഡിറ്റ് KP കറുപ്പൻ എന്നാണ് അതിന്റെ ഫുൾ നെയിം. എന്താണ്? കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അദ്ദേഹം ജനിച്ചത് ചേരാനെല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാണ് കേട്ടോ. കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, ഇനി 60ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വിമോചന സമരം, ഓപ്ഷൻ ബി സത്യാഗ്രഹം, ഓപ്ഷൻ സി പന്തിഭോജനം, ഓപ്ഷൻ ഡി സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സവർണ ജാഥ. അടുത്ത ചോദ്യം 61ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വൃക്കകളാണ് അല്ലേ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വൃക്കകളാണ്. ഓപ്ഷൻ ബി ത്വക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി കരൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ശ്വാസകോശം എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, വൃക്കകളാണ്. വൃക്ക എന്ന് പറയുമ്പോൾ ഈ രക്തത്തിലെ ഈ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണല്ലേ വൃക്കകൾ എന്ന് പറയുന്നത്. പ്രധാന വിസർജന അവയവമാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണ്? നെഫ്രോളജിയാണ്. ഒരു വൃക്കയുടെ ഭാരം എത്രയായിരിക്കും? 150 ഗ്രാം ആയിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു എന്നുള്ളതാണ് കൊടുത്തുള്ളത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1 ശരിയാണ്, 3 ശരിയാണ്. ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതും ശരിയാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അപ്പോൾ 1, 3 എന്നിവ മാത്രം റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 63ാമത്തെ ചോദ്യമാണ് അല്ലെ. 63ാമത്തെ ചോദ്യം. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജീവകം എ, ഓപ്ഷൻ ബി ജീവകം സി, ഓപ്ഷൻ സി ജീവകം ബി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജീവകം ഡി. ജീവകം ഡി അല്ലെങ്കിൽ വിറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ എന്നാണ്, കാൽസിഫെറോൾ. ഓക്കെ, ജീവകം ഡിയുടെ അപരനാമം എന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ്. കാര്യം സണ്ണിൽ നിന്നാണ് നമുക്ക് ജീവകം ഡി കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നുണ്ട്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്തൊരു ജീവകമാണ് ഈ ജീവകം ഡി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഏതാണ്? നിപ്പയും എയ്ഡ്സും ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 65ാമത്തെ ചോദ്യം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യം ആർദ്രമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 66ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത് എന്നാണ്? അത് നൈട്രജൻ ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 67ാമത്തെ ചോദ്യം. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് എന്നുള്ളതാണ്. റോഡുകളുടെ നിർമ്മാണം, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത, വ്യാവസായിക വളർച്ച, സസ്യപരിപാലനം. ഏതാണ്? സസ്യപരിപാലനമാണ് വനനശീകരണത്തിന് കാരണമാകാത്തത്. 68ാമത്തെ ചോദ്യം. വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം? അത് പെട്രോൾ ആണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പെട്രോൾ ആണ്. 69ാമത്തെ ചോദ്യം. കേരളത്തിലെ മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം പ്രിയങ്കയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 70ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് IISR എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. കോഴിക്കോടാണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കോഴിക്കോട്. കോഴിക്കോടിന് ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാണ്? സാമൂതിരിയുടെ നഗരം എന്നറിയപ്പെടുന്നുണ്ട്, പിന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നുണ്ട്, സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നുണ്ട്, കോക്ക് ഫോർട്ട് എന്നറിയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വടക്കൻ പാട്ടുകളുടെ നാട്, ഗസലുകളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്ന ജില്ലയാണ് ഇത് കോഴിക്കോട് എന്ന് പറയുന്നത് അല്ലേ. സാമൂതിരിയുടെ നഗരം, സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം, സത്യത്തിന്റെ തുറമുഖം, കോക്ക് ഫോർട്ട്, വടക്കൻ പാട്ടുകളുടെ നാട്, ഗസലുകളുടെ നാട്. പല പല വിശേഷങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അത് കോഴിക്കോടാണ്. ഓക്കെ, അടുത്ത ചോദ്യം 71ാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്? ഒരാറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. രണ്ടാമത്തെ, ഒരാറ്റത്തിന്റെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. മൂന്നാമത്തെ, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. നാലാമത്തെ,
ഒരേ ആറ്റോമിക് നമ്പറും തെറ്റായതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യത്തെ 3 ശരിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം 4ാമത്തെ മാത്രമാണ് തെറ്റെന്ന് അല്ലേ. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കി 3 ശരിയാണ് അല്ലേ. അതായത് ഒരാറ്റത്തിന് നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, അത് ശരിയാണ്. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ, ശരിയാണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അപ്പോൾ തെറ്റായ ഓപ്ഷൻ വന്നിട്ട് 4ാമത്തെയാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 72ാമത്തെ ചോദ്യം. സിംപ്ലിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കാന്തിക വിഭജനം, ഓപ്ഷൻ ബി ജലപ്രവാഹത്തിൽ കഴുകൽ, ഓപ്ഷൻ സി പ്ലവന പ്രക്രിയ, ഓപ്ഷൻ ഡി ലീച്ചിങ്. സിംഗിൾബ്ലഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലവന പ്രക്രിയയാണ്. കാൽഷ്യത്തിൻ്റെ ബാഹ്യതമശലിൻ്റെ നമ്പർ എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 73ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 1. ഏതാണ്? റൈറ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, 4. ഓക്കെ, അടുത്തത് 74ാമത്തെ ചോദ്യം. ഡ്യൂറ്റീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 ആണ്. 75ാമത്തെ ചോദ്യം. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് എന്നുള്ളതാണ്. സോഡിയം ബെൻസോയേറ്റ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 76ാമത്തെ ചോദ്യം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റാൻ സംഭവിക്കുക? 4 ഇരട്ടിയാകും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 77ാമത്തെ ചോദ്യം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? അത് ഭാരമാണ്. 78ാമത്തെ ചോദ്യം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം. ഈ ക്വസ്റ്റ്യൻ 78ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. സോ അതിന് ആൻസർ അവർ കൊടുത്തിട്ടില്ല. 79ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓറഞ്ച്, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി പച്ച, ഓപ്ഷൻ എ ഓറഞ്ച് ആണ്. 80ാമത്തെ ചോദ്യം. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഏത്? ജൂൾ, കെൽവിൻ, വാട്ട്, ഡൈൻ. ഏതാണ്? ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 81, മാത്സ് ആണ് അല്ലേ. ഇനി 20 ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ 36 ആണല്ല, 100 അല്ല, 125 ആണ്. 82ാമത്തെ ചോദ്യം. 13.01 പ്ലസ് 14.032 മൈനസ് 10.43 ഈസ് ഈക്വൽ ടു 16.612 എന്നുള്ളതാണ്. 83ാമത്തെ ചോദ്യം. ദൂരം കിലോമീറ്റർ, കോൺ എത്രയാണ്? ചാപം ഡിഗ്രി. ഏതാണ്? ഡിഗ്രിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 84ാമത്തെ ചോദ്യം. അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക. 7, 11, 19, 31, 47 എന്ന് കൊടുത്തിട്ടുണ്ട്. 57, 78, 59 അല്ല, 67 ആണ് റൈറ്റ് ആൻസർ. 85ാമത്തെ ചോദ്യം. ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയായിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 86ാമത്തെ ചോദ്യം. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം ആണെങ്കിൽ ക്ലാസ്സിലാകെ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 45, ഓപ്ഷൻ ബി 46, ഓപ്ഷൻ സി 47, ഓപ്ഷൻ ഡി 44 എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബി ആണ് 46. ഓക്കെ, 87ാമത്തെ ചോദ്യം. 2 സംഖ്യയുള്ള ലസാഗു LCM എത്രയാണ്? 7700. മുസാഗ 11 ആണെങ്കിൽ മറ്റേ സംഖ്യ എത്രയായിരിക്കും? എത്രയാണ്? 275. അതിലൊരു സംഖ്യ 275 ആണെങ്കിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 308. 88ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 89 വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ കിട്ടിയ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 77, ഓപ്ഷൻ ബി 68, ഓപ്ഷൻ സി 39 ഈസ് ദ റൈറ്റ് ആൻസർ. 90ാമത്തെ ചോദ്യം. 15625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 125 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 91ാമത്തെ ചോദ്യം. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ആ പ്ലാറ്റ്ഫോം കടന്നു പോകുന്നത് എത്ര സമയം വേണം? 99 സെക്കൻഡ്. ഇനി 92ാമത്തെ ചോദ്യം.
ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരൻ്റെ അച്ഛൻ്റെ മുത്തശ്ശിക്ക് ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഹോദരനാണ്. 93ാമത്തെ ചോദ്യം സാഡ് എന്ന് കൊടുത്തിട്ടുണ്ട് 814. കാറ്റ് 317. ഇയർ 519 ആയ ഡിയർ എന്ന് സൂചിപ്പിക്കുന്നത് സംഖ്യ എത്രയാണെന്നുള്ളതാണ്. 8147, 4519, 4187, 5419 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, 4519. അടുത്ത ചോദ്യം 94ാമത്തെ ചോദ്യം. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എന്ന് പറയുന്നത് 50 രൂപയാണ്. 95ാമത്തെ ചോദ്യം 3⁻³ × 2 - 4 + 14 എന്ന് പറയുന്നത് 64 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ചോദ്യം. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. 82, 66, 56, 62 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 62 ആണ്. 97ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ 100 അല്ല, ഓപ്ഷൻ ബി 10² അല്ല, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ 4² + 3². ഓക്കെ. അടുത്തത് 98ാമത്തെ ചോദ്യം. ഒരുപാട് ചിഹ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സിമ്പലുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയാൽ 23, 25, 5, 10, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. A1, 2, 2, 1, 2, 4, 1, 4, 1, 1, 4. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 122. 99ാമത്തെ ചോദ്യം. 9x² ആണല്ലേ, = 216 ആയാൽ എക്സ് എത്രയാണ്? ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. ഈ 100ാമത്തെ ചോദ്യം. 27:3:1000 എത്രയായിരിക്കും വരിക എന്നുള്ളതാണ്. A10, B5 എന്ന് കൊടുത്തിട്ടുണ്ട്, C100 എന്ന് കൊടുത്തിട്ടുണ്ട്, D90 എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 10 ആണ് കേട്ടോ. 27:3, 1000:10. ഓക്കെ. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ ക്ലിയർ കട്ടായിട്ട് എക്സ്ട്രാ മാർക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. പന്തി ഭോജനം ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്? പന്തി ഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യയാണ്. അപ്പോൾ പന്തി ഭോജനം എന്ന് പറയുമ്പോൾ നമ്മൾ സമപന്തി ഭോജനം പറയണം. സമപന്തി ഭോജനന്മാരായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് വൈകുണ്ഠ സ്വാമികളായിട്ടാണ് അല്ലേ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ. പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ. വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് അല്ലെ. ശൈശവ പ്രകാശ സഭ സ്ഥാപിച്ചതാരാണ്? തൈക്കാട് അയ്യാണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ പൽപ്പു ആണ്. കല്യാണദായിനി സഭ സ്ഥാപിച്ചതാരാണ്? KP കറുപ്പൻ. KP കറുപ്പൻ തന്നെയാണ് കൊച്ചിൻ പുലയ മഹാസഭയും അരയ വംശോധാരിണി സഭയും ജ്ഞാനോദയം സഭയും ബാലസമുദായ പരിഷ്കരണി സഭയും പ്രബോധ ചന്ദ്രോദയം സഭയും സന്മാർഗ പ്രദീപ സഭയും സ്ഥാപിച്ചത് KP കറുപ്പൻ തന്നെയാണ്. അപ്പോൾ KP കറുപ്പനായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സഭകളുടെ പേരെന്തൊക്കെയാണ്? കല്യാണദായിനി സഭ, കൊച്ചിൻ പുലയ മഹാസഭ, അരയ വംശോധാരണി സഭ, ജ്ഞാനോദയം സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, പ്രബോധ ചന്ദ്രോദയം സഭ, സന്മാർഗ പ്രദീപ സഭ. ശൈശവ പ്രകാശ സഭാരാണ് തൈക്കാടയ്യാണ്. ഈഴവ മഹാസഭാരാണ് ഡോക്ടർ പൽപ്പുവാണ് അല്ലെ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ സ്ഥാപിച്ചതാരാണ്? ആനന്ദ തീർത്ഥനാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ഓൾ ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാരാണ്? വക്കം മൗലവിയാണ് അല്ലേ. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെ. മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. അപ്പോൾ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത്, രണ്ടും കൃതികൾ തന്നെയാണ്, പക്ഷെ അത് മോക്ഷപ്രദീപം ആണ്, ഇത് മോക്ഷപ്രദീപ ഖണ്ഡനം എന്നുണ്ട്, അത് ചട്ടമ്പി സ്വാമികളാണ്. ആനന്ദലഹരി എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യരാണ്. ആനന്ദലഹരി എന്ന കൃതി രചിച്ചതാരാണ്? ശങ്കരാചാര്യരാണ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ജ്ഞാനക്കുമ്മി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്.
ഓക്കെ. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പനും ജ്ഞാനക്കുമ്മി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയുമാണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പവനൻ എന്നറിയപ്പെടുന്ന പവി നാരായണൻ നായരാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത്. കണ്ടോ, മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി, മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ PSC ഒക്കെ പഠിക്കുമ്പോൾ പറയാനുണ്ട്. ആനന്ദ എന്ന് കാണുമ്പോൾ അതൊക്കെല്ലാം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. എന്നാൽ ആനന്ദലഹരി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി അല്ല, അത് ശങ്കരാചാര്യാണ്. ശ്രദ്ധിക്കേണ്ട, അത് മാത്രമേ ഉള്ളൂ. ആനന്ദലഹരി ശങ്കരാചാര്യ. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ജ്ഞാനക്കുമ്മിയാണെങ്കിൽ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് പവനൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.